സിജി, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രമാണോ, മറ്റ് നേതാക്കൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ കൃത്യമായി നടക്കുന്നത് LDF ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമാണ് എന്നൊരു മറുവാദമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്നത്. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്തിനാകുന്നുണ്ടോ? കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 66ഓളം പുതിയ റിസോർട്ടുകൾ ഉണ്ടായി എന്നൊരു ആരോപണവും ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ മറുപടികളുണ്ടോ പ്രതിപക്ഷത്തിന്? സ്മൃതി, സഭയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എം മണി വ്യക്തിപരമായ വിശദീകരണം നൽകാൻ എഴുന്നേറ്റു. അദ്ദേഹം രണ്ട് വട്ടമാണ് വിശദീകരണം നൽകാൻ എഴുന്നേറ്റത്. ജോജോ, എന്താണ് സഭയിൽ ഇപ്പോൾ സംഭവിച്ചത്? എം മണി വ്യക്തിപരമായ വിശദീകരണം നൽകിയോ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞു? പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് എം മണിക്ക് വിശദീകരണം നൽകാൻ സ്പീക്കർ അനുവദിക്കുകയുണ്ടായി. എന്നാൽ ഈ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടരുകയാണ്. 2 തവണ അദ്ദേഹം വിശദീകരണത്തിനായി എഴുന്നേറ്റു. ഈ 2 തവണയും അദ്ദേഹത്തിന്റെ വിശദീകരണം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യം രണ്ടാമത്തെ തവണ വിശദീകരണത്തിനായി എഴുന്നേറ്റ എം മണി പറഞ്ഞത്, തൂക്കിക്കൊല്ലാൻ ഒരാളെ വിധിക്കുന്നതിന് മുൻപ് കോടതി പോലും അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കും, തനിക്ക് അതിനുള്ള അവസരം പ്രതിപക്ഷം തരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് പ്രതിപക്ഷം വീണ്ടും സഭയിൽ ബഹളം വെച്ചു. അതിനെ തുടർന്ന് രണ്ടാമത്തെ തവണയും എം മണിയുടെ വിശദീകരണ പ്രസംഗം തടസ്സപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് സഭയിൽ അല്പം മുമ്പ് വരെ നടന്നത്. 2 തവണ എം മണിയുടെ വിശദീകരണം പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷ ബഹളം ശമിച്ചതോടെ എം മണി തന്റെ വ്യക്തിപരമായ വിശദീകരണം ഇപ്പോൾ തുടരുകയാണ്. തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവർക്ക് പോലും അതിനു മുൻപ് അവരുടെ ഭാഗം പറയാനുള്ള അവസരം നൽകും. പ്രതിപക്ഷം തനിക്ക് അത്തരമൊരു അവസരം നൽകുന്നില്ല എന്ന ആദ്യ വാചകം പോലും പൂർത്തിയാക്കാൻ നേരത്തെ പ്രതിപക്ഷാംഗങ്ങൾ എം മണിയെ അനുവദിച്ചില്ല. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ ബഹളം ശമിച്ചതോടെ എം മണി ഈ വിഷയത്തിൽ തന്റെ വ്യക്തിപരമായ വിശദീകരണം നിയമസഭയിൽ എം മണി സഭയിൽ ഇപ്പോൾ വിശദീകരണം നൽകുകയാണ്. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ എം മണിയെ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചുവെങ്കിലും മണി ഇപ്പോൾ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നു. മണിയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വരികയാണ്. നാട്ടുഭാഷയാണ്, നാട്ടിൻപുറത്തെ ശൈലിയാണ് മണിക്കെന്ന വിശദീകരണമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ നൽകിയിരിക്കുന്നത്.